ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഓരോ പൗരനും മുൻകൈയെടുക്കണമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. കൊല്ലം ആശ്രാമം മൈതാനത്ത് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന പരേഡിന് അഭിവാദ്യം ചെയ്ത് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഓരോ പൗരനും മുൻകൈയെടുക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. കൊല്ലം ആശ്രാമം മൈതാനത്ത് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന പരേഡിന് അഭിവാദ്യം ചെയ്ത് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ദരിദ്രരും ഭൂരഹിതരും ഇല്ലാത്ത രാജ്യസൃഷ്ടിയാണ് ലക്ഷ്യമാക്കേണ്ടത്. ഐക്യം നിലനിർത്തുന്നതിൽ വിജയിച്ച രാജ്യമാണ് നമ്മുടേത്. വൈവിധ്യം നിലനിൽക്കുമ്പോൾ തന്നെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നു. ഭരണഘടനയുടെ കരുത്തിലാണ് ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നുവരെ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നതിൽ, നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യ സംരക്ഷണം നടത്തുന്നതിലും നാം ഓരോരുത്തരും വിജയിച്ചു എന്ന അഭിമാനമാണ് നമുക്കുള്ളത്. നമ്മുടെ ഭരണഘടനയുടെ ശക്തിയിലാണ് നമ്മുടെ രാജ്യം ഇന്നും ജനാധിപത്യം, മതേതരത്വ മൂല്യങ്ങളും നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയും. ജനാധിപത്യത്തിന്റെ രാജ്യത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത് വൈവിധ്യം കൊണ്ട് നിറഞ്ഞ ഭാരതത്തിൽ മതേതരത്വം നിലനിർത്തുക, വിവിധ ഭാഷകൾ, വിവിധ മതങ്ങൾ, വിവിധ ആചാരങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് മതേതരത്വം എന്ന അടിസ്ഥാന തത്വത്തിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഒരു മഹത്തായ മന്ദിരമാണ് നമ്മുടെ ഭരണഘടന. ജാതി ചിന്തകൾക്ക് കീഴ്പ്പെടാൻ അനുവദിക്കാതെ സ്ത്രീകളെയും പിന്നോക്ക വിഭാഗങ്ങളെയും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എം നൌഷാദ് MLA, മേയർ പ്രസന്ന ഏണസ്റ്റ്, കൊല്ലം ജില്ലാ കളക്ടർ N. ദേവിദാസ്, സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ, റൂറൽ SP സാബു മാത്യു, സബ് കളക്ടർ മുകുന്ദ് താക്കൂർ, ADM R. ബീന റാണി, ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, ഡെപ്യൂട്ടി കളക്ടർ F. റോയി കുമാർ, ജനപ്രതിനിധികൾ, ഗാന്ധിയന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പോലീസ്, എക്സൈസ്, അഗ്നിസുരക്ഷ, വനം തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങൾ, സ്കൂളുകളുടെ ബാൻഡ് ഗ്രൂപ്പുകൾ, SPC, NCC, റെഡ് ക്രോസ് തുടങ്ങിയവ പരേഡിൽ അണിനിരന്നു. ദേശഭക്തി ഗാനാലാപനവും ഡിസ്പ്ലേയും അനുബന്ധമായി നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.